എല്ലാ ഫൗണ്ടേഴ്സും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് ഞാൻ എൻ്റെ കമ്പനിയെ സ്കെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ആക്ച്വലി MVP? ഇനി റൺവേന്റെ കൂടെ പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇപ്പം ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തായിരുന്നു, ബുക്ക് ഡെലിവറി ആയിരുന്നു. രണ്ട് രീതിയിലുള്ള ബേൺ റേറ്റ് ഉണ്ട്. പിവോട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ ആണ്. ഏറ്റവും കൂടുതൽ ഫൗണ്ടേഴ്സ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വേർഡും MVP ആണ്. ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്തുകൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗോ ടു മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫണ്ടിങ് ഇല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കുറയും എന്ന് പറയുന്ന മറ്റൊരു സൈഡും ഉണ്ട്. 50 പേരെ 100 പേരെ ഒന്നും ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പുറത്ത് പോകുന്നത് മോസ്റ്റ്ലി രണ്ട് വഴികളിലൂടെയാണ്. നിങ്ങൾക്ക് 51% ഇക്വിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് 51% ഈ കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സോൾവ് ചെയ്യുന്ന ആ പ്രോബ്ലത്തിനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആക്ച്വലി സോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പോഡ്കാസ്റ്റ് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ കേട്ടിട്ട് അല്ലെങ്കിൽ സ്റ്റേജിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ട് അതും അല്ലെങ്കിൽ ഒരു കഫേയിൽ 4 പേര് ഇരിക്കുമ്പോൾ അതിൽ 2 പേര് സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവരെന്ത് തേങ്ങയായി പറയുന്നത് എന്നുള്ളത് ആലോചിച്ചിരുന്നിട്ടുണ്ടോ? അതായത് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ കേൾക്കുന്ന പല ടേംസും പല നോമൻക്ലേച്ചേഴ്സും പല ഡെഫിനിഷൻസും ഈവൻ പല അബ്രിവിയേഷൻസ് പോലും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്നും എനിക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊന്നും എന്തുകൊണ്ട് എനിക്കറിയില്ല, ഞാനിത് ഇങ്ങനെ അറിയാതെ പോയി? അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇതൊന്നും എനിക്കറിയില്ലല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇത് അറിയാതെ പോയി എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് ഇതാരും സ്കൂളിൽ പഠിച്ചിട്ട് വരുന്നവരല്ല. എല്ലാവരും ഇത് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോഴും മറ്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ സ്റ്റേജിലെ കോൺവെർസേഷൻസ് ഒക്കെ കേട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലാവട്ടെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജിലൊക്കെ, വാട്സപ്പ് ആവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ പല ഫൗണ്ടേഴ്സും ഇത്തരത്തിലുള്ള പല ടേംസിനെ കുറിച്ചും പല അബ്രിവിയേഷൻസിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ആൻഡ് ഈവൻ ഞാൻ എന്ത് കൈൻഡ് ഓഫ് വീഡിയോസ് ഇനി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്ച്വലി വന്നിട്ടുള്ള റിക്വസ്റ്റ് ഇത് തന്നെയാണ്, സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസിനെ കുറിച്ചും അബ്രിവിയേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇതാണ്, സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് MVP ആണ്, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ഇത് എന്തുകൊണ്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊരു ഫൗണ്ടറും ആദ്യം അറിഞ്ഞിരിക്കേണ്ട വേർഡ് MVP ആണ്. ഏറ്റവും കൂടുതൽ ഫൗണ്ടേഴ്സ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വേർഡും MVP ആണ്. അതുകൊണ്ടാണ് MVP ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറയാൻ കാരണം. MVP എന്ന് പറയുന്നത് മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആണ്. ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. എന്നാൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയും വേണം. സോ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിനെയാണ് നമ്മൾ MVP എന്ന് പറയുക. ഇപ്പം ഇൻ്റർവെല്ലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർവെല്ലിൻ്റെ കേസിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ MVP എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ത്രൂ വീഡിയോ കോളിലൂടെ ആ സർവീസ് നടക്കുക എന്നുള്ളതാണ്. അപ്പം മേ ബി സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാവില്ല, ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ല. ആ ഒരു സർവീസ് വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് MVP. അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു Airbnb എടുക്കുക. Airbnbക്ക് എന്തായിരുന്നു MVP? ഒരു സിമ്പിൾ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ വേറെ ഒന്നുമില്ല, അവരുടെ പ്രോപ്പർട്ടിയുടെ ഒരു കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതാണ് Airbnbയുടെ MVP. സോ അത്തരത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലത്തിനെ കാറ്റർ ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിനെയാണ് നമ്മൾ MVP എന്ന് പറയാം. അപ്പോൾ എന്തിനാണ് ആക്ച്വലി MVP എന്ന് പറയുന്നത്? നിങ്ങൾക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ വേണ്ടിയിട്ടല്ല നമ്മൾ MVP നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്ന് പറയുന്നത്. MVP ഈസ് ടു ലേൺ. അതായത് നമ്മളുടെ തീസിസിൻ്റെ പുറത്തായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വേർഡ് സ്പേസ് ഉണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നി, ആ പ്രോബ്ലത്തിന് ആളുകൾ പേ ചെയ്യുമെന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ആ തോന്നലിനെ വാലിഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ MVP ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ MVP ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെങ്കിൽ ആ MVP ആയിരിക്കും നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു രൂപരേഖ നമ്മൾ തയ്യാറാക്കുന്നത്, ഒരു ആർക്കിടെക്ചറൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു MVP ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വേർഡ് MVP ആയി പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണ്, അതായത് PMF. ഈ PMFനെ കുറിച്ച് നമ്മളൊരു ഹോൾ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഇൻഡെപ്തിന് പോകുന്നില്ല. ഞാൻ ആകെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സോൾവ് ചെയ്യുന്ന ആ പ്രോബ്ലത്തിനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആക്ച്വലി സോൾവ് ചെയ്യുന്നുണ്ടോ? സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാളുകൾ പേ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള വാലിഡേഷൻ. ആ വാലിഡേഷനെയാണ് നമ്മൾ PMF എന്ന് പറയുന്നത്, അഥവാ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്.
കമ്പനിയെ സ്കെയിൽ ചെയ്യേണ്ട എക്സാക്ട് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ PMF ഐഡന്റിഫൈ ചെയ്ത പോയിന്റ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമ്മൾ PMF ഐഡന്റിഫൈ ചെയ്യണത്? അതിന് ഒരുപാട് ഡെഫിനിഷൻസ് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല കോൺവെർസേഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മെന്റേഴ്സിൻ്റെ അടുത്ത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ പല ഡെഫിനിഷൻസ് ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഞാൻ കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫൗണ്ടർക്ക് അവരുടെ ഇൻഡ്യൂഷനിൽ തോന്നുന്ന കാര്യമാണ്, ഓക്കെ എൻ്റെ പ്രൊഡക്റ്റിന് ഒരു ക്രേവിംഗ് ഉണ്ട്, ഒരു ഒബ്സഷൻ ഉണ്ട്, ആളുകൾ ഇതിന് പേ ചെയ്യാൻ തയ്യാറാണ്, ഇത് ഞാൻ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലംസ് ഇത് സോൾവ് ചെയ്യും, ഒരുപാട് ആളുകൾ ഇത് പേ ചെയ്യും. ആ ഒരു ഇൻഡ്യൂഷൻ അതൊരു ഫൗണ്ടർക്ക് തോന്നേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ഫൗണ്ടർക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതാണ് PMF മൊമെന്റ്, യു ഗോ ആൻഡ് സ്കെയിൽ ഇറ്റ്. അടുത്ത വേർഡ് പിവോട്ട് എന്ന് പറയുന്ന വേർഡാണ്, PIVOT, പിവോട്ട്. അപ്പോൾ പിവോട്ട് എന്ന് പറയുന്നത് ഇതിനൊരു നല്ല ടേമായിട്ടും ഒരു മോശം ടേമായിട്ടും കാണുന്നവരാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലുള്ളത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പിവോട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പിവോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിനെയോ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ നിങ്ങളുടെ സ്ട്രാറ്റജിയെയോ മാറ്റുന്നതിനെയാണ് നമ്മൾ പിവോട്ട് എന്ന് പറയാം. അതായത് മേ ബി നിങ്ങളുടെ മൊത്തം പ്രൊഡക്ഷൻ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പുതിയ പ്രൊഡക്ട്സ് കൊണ്ടുവരും, അതൊരു പിവോട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ഇന്ത്യയിലാണ് നിങ്ങൾ കാറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളത് സിംഗപ്പൂരിലേക്ക് മാറ്റി അല്ലെങ്കിൽ ദുബായിലേക്ക് മാറ്റി. ഇനി അതുമല്ല, നിങ്ങൾ ഇത്രയും കാലം 30 to 40 years ആയിരുന്ന ഫീമെയിലിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അത് നിങ്ങൾ 14 to 20 years ആയിട്ടുള്ള ഫീമെയിലിലേക്ക് മാറ്റി. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിനെയോ സ്ട്രാറ്റജിയോ പ്രൊഡക്റ്റിനെയോ മാറ്റുന്ന ഈ ഒരു പ്രക്രിയയാണ്, ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ പിവോട്ട് എന്ന് പറയാം. അപ്പോൾ എപ്പോഴും പിവോട്ട് ചെയ്യുന്നത് ആരാ? അത് ഫെയിലിയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ആക്ച്വലി ഒരു ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ ഞാൻ കാറ്റർ ചെയ്യുന്ന മാർക്കറ്റ് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള റിയാലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഫെയിലിയറിനെ കൊണ്ടുള്ള ആക്സെപ്റ്റൻസിൽ നിന്നാണ് എപ്പോഴും ആളുകൾ പിവോട്ട് ചെയ്യുന്നത്. മേ ബി ചില കേസസിലേക്ക് അതൊരു കമ്പാരിറ്റീവ് ഡിസിഷനും കൂടി ആയിരിക്കും. അതായത് ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് X% ഗ്രോത്ത് ഉണ്ടാവും, അത് ഈ പ്രൊഡക്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും ഇത്ര % അധികം ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള ഒരു കമ്പാരിറ്റീവ് റിയലൈസേഷൻ ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ടും ചില ആളുകൾ പിവോട്ട് ചെയ്യാറുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി പിവോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ഡിസിഷൻ. അങ്ങനെ പിവോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സിനെ നമുക്ക് കാണാം. ഇപ്പം ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തായിരുന്നു, ബുക്ക് ഡെലിവറി ആയിരുന്നു. ഇപ്പം അത് എൻ്റെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറി. ഇനി യൂട്യൂബ് എന്തായിരുന്നു, യൂട്യൂബ് ഇന്നുള്ള യൂട്യൂബ് അല്ലായിരുന്നു ആദ്യം, അത് ആദ്യം ഒരു വീഡിയോ ഡേറ്റിംഗ് സൈറ്റ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇന്നുള്ള രൂപമല്ലായിരുന്നു. നമ്മൾ ഏത് സ്റ്റാർട്ടപ്സ് എടുത്തു കഴിഞ്ഞാലും ചെറിയ രീതിയിലുള്ള പിവോട്ടുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഇന്നുള്ള എല്ലാ ബിഗ് ജയൻസും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പിവോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാത്തൊരു കാര്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അതൊരു റിയാലിറ്റിയോടുള്ള ആക്സെപ്റ്റൻസ് ആണ്. അത് either ഫെയിലിയർ ആവാം അല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആവാം, പക്ഷേ റിയാലിറ്റീനെ കൊണ്ടുള്ള ആക്സെപ്റ്റൻസ് ആണ് ആക്ച്വലി പിവോട്ടിലേക്ക് നയിക്കുന്നത്. അടുത്ത വേർഡ് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം യൂസ് ചെയ്ത് വരുന്ന ഒരു വേർഡാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്തുകൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ VC ഫണ്ടിങ് അല്ലെങ്കിൽ ഫണ്ടിങ് എന്ന് പറഞ്ഞ വേർഡിന്റെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തപ്പോഴാണ് ബൂട്ട് സ്ട്രാപ്പിംഗിന്റെയും പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തത്. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ മണി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബിൽഡ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയാം. ഇത് ആക്ച്വലി ഫണ്ടിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ബൂട്ട് സ്ട്രാപ്ഡ് കമ്പനീസിൽ അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിന് മണി എടുക്കത്തില്ല, അല്ലെങ്കിൽ മേ ബി പുറത്ത് നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യില്ല. അതാണ് VC ഫേംസ് ആവട്ടെ, ഏഞ്ചൽസ് ആവട്ടെ, ആരെടുത്തും നമ്മൾ ഫണ്ട് എടുക്കില്ല. ഫൗണ്ടേഴ്സിന്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കമ്പനി സ്കെയിൽ ചെയ്യുക. ഈ ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിങ്ങിന് അതിൻ്റെതായിട്ടുള്ള പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു വാണ്ട് ടു ഡു ഇറ്റ്. നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് വേണോ ഫണ്ടിങ് വേണോ എന്ന് തീരുമാനിക്കുക. ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഫൗണ്ടേഴ്സ് ആയിരിക്കും ഹോൾഡ് ചെയ്യുക, 100% ഇക്വിറ്റി. സോ ബൂട്ട് സ്ട്രാപ്പിംഗ് ഈക്വൽ ടു ഫുൾ കൺട്രോൾ എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡ് അവിടെ ഉണ്ട്. എക്സ്റ്റേണൽ ഫണ്ടിങ് ഇല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കുറയും എന്ന് പറയുന്ന മറ്റൊരു സൈഡും ഉണ്ട്. അപ്പം ബൂട്ട് സ്ട്രാപ്പിംഗ് ആണോ ഫണ്ടിങ് ആണോ നല്ലത് എന്നുള്ളതല്ല നമ്മുടെ പോയിന്റ്. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ഒന്നും എന്റർടൈൻ ചെയ്യാതെ, അവരുടെ ഫണ്ടൊന്നും എടുക്കാതെ ഫൗണ്ടേഴ്സ് അവരുടെ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കമ്പനി റൺ ചെയ്യുന്നതിനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയാം. ഇനി കുറച്ച് മണി ടേംസിലേക്ക് പോവുകയാണ്. അതായത് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൺവേ ആണ്. ഈ റൺവേ എന്ന് പറയുന്നത് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് പിച്ചിങ്ങിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള കോൺവേഴ്സേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഇമ്പോർട്ടൻ്റ് ആവുക. അതുപോലെ തന്നെ ബോർഡ് മീറ്റിംഗ്സിൽ എപ്പോഴും ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് വരുന്ന
ഒരു വേർഡാണ് ആക്ച്വലി റൺവേ. അപ്പോൾ അതുകൊണ്ടാണ് മണി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസിൽ ആദ്യം റൺവേ പറയാൻ റീസൺ. റൺവേ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി ഇനി എത്ര മാസം അല്ലെങ്കിൽ എത്ര വീക്സ് ഓടാനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതിനെയാണ് ആക്ച്വലി നമ്മൾ റൺവേ എന്ന് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ മന്ത്ലി എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു മാസം കിട്ടും, ഇത്ര മാസം, 6 മാസം അല്ലെങ്കിൽ 10 മാസം അല്ലെങ്കിൽ 20 മാസം. അപ്പം ലെറ്റ്സ് സേ യു ഹാവ് 50 lakhs ഇൻ യുവർ അക്കൗണ്ട് ആൻഡ് യു ഡോണ്ട് ഹാവ് എനി റവന്യൂ ആൻഡ് യു ആർ സ്പെൻഡിങ് 5 lakh പെർ മന്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റൺവേ എന്ന് പറയുന്നത് 10 മാസമാണ്. ഇനി ചില കേസിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് റവന്യൂ വരുന്നുണ്ടെങ്കിൽ റവന്യൂ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി എത്ര മാസം ഇനി നിങ്ങൾക്ക് ബേൺ ചെയ്യാനുള്ള, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള മണി നിങ്ങളുടെ കയ്യിലുണ്ട്, ആ മാസത്തിന്റെ കണക്കിനെയാണ് നമ്മൾ റൺവേ എന്ന് പറയുന്നത്. ഇനി റൺവേന്റെ കൂടെ പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ബേൺ റേറ്റ്. ബേൺ റേറ്റിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാനേജിങ് ഫിനാൻസ് അല്ലെങ്കിൽ മാനേജിങ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ വീഡിയോയിലും അതുപോലെ ക്യാപിറ്റൽ മിസ്മാനേജ്മെന്റിന്റെ വീഡിയോയിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബേൺ റേറ്റിനെ പറയുന്നുണ്ട്. ബേൺ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് മന്ത്ലി എക്സ്പെൻസിനെയാണ് നമ്മൾ ബേൺ റേറ്റ് എന്ന് പറയാം. 2 രീതിയിലുള്ള ബേൺ റേറ്റ് ഉണ്ട്. നെറ്റ് ബേൺ റേറ്റ് ഉണ്ട്, ഗ്രോസ് ബേൺ റേറ്റ് ഉണ്ട്. ഗ്രോസ് ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ മന്ത്ലി എക്സ്പെൻസസ് ആണ്. നെറ്റ് ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ മന്ത്ലി എക്സ്പെൻസ് മൈനസ് യുവർ റവന്യൂ. ഇതാണ് ഗ്രോസ് ബേണും നെറ്റ് ബേണും. അപ്പം നിങ്ങളുടെ ബേൺ റേറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ അറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ബേൺ റേറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടേം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വേർഡാണ്, അത് വാല്യുവേഷൻ ആണ്. അപ്പോൾ വാല്യുവേഷൻ്റെ കൂടുതൽ തിയറിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. പക്ഷെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ വേർത്ത്, നിങ്ങളുടെ കമ്പനിയുടെ മൂല്യത്തിനെയാണ് വാല്യുവേഷൻ സൂചിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി പേപ്പറിൽ ഇന്ന് നിങ്ങളുടെ വാല്യൂ എന്താണ്, അതാണ് ആക്ച്വലി വാല്യുവേഷൻ. അപ്പോൾ വാല്യുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ദാറ്റ് ഈസ് പാർട്ട് മാത്ത്, പാർട്ട് നെഗോഷിയേഷൻ, പാർട്ട് സ്റ്റോറി ടെല്ലിംഗ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മാണ് ആക്ച്വലി വാല്യുവേഷൻ ആയിട്ട് വരിക. ബട്ട് ദർ ആർ 2 kinds ഓഫ് വാല്യുവേഷൻ, പ്രീ മണി വാല്യുവേഷൻ ആൻഡ് പോസ്റ്റ് മണി വാല്യുവേഷൻ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ കമ്പനിയുടെ വാല്യൂ ഓൾറെഡി 9 കോടിയാണ്. ഒരു ഇൻവെസ്റ്റർ 1 കോടി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് 10 കോടി വാല്യുവേഷനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രീ മണി വാല്യുവേഷൻ, ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള വാല്യുവേഷൻ 9 കോടിയായിരുന്നു. ഇൻവെസ്റ്റർ 1 കോടിയും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. അവിടുത്തെ പോസ്റ്റ് മണി വാല്യുവേഷൻ 10 crore ആണ്. അപ്പോൾ ഇതാണ് പ്രീ മണി വാല്യുവേഷനും പോസ്റ്റ് മണി വാല്യുവേഷനും. ഇൻവെസ്റ്റർ വരുന്നതിന് മുന്നും ശേഷമുള്ള വാല്യുവേഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ബേസിക്കലി വാല്യുവേഷൻ എന്ന് പറയുന്നത് പേപ്പറിലുള്ള നിങ്ങളുടെ കമ്പനിയുടെ മൂല്യത്തിനെ സൂചിപ്പിക്കുന്നു. അടുത്ത വേർഡ് ഇക്വിറ്റിയാണ്. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പേഴ്സൻറ്റേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഈ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഫൗണ്ടേഴ്സ്, ഇവരുടെയൊക്കെ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ഇക്വിറ്റി. നിങ്ങൾക്ക് 51% ഇക്വിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 51% ഈ കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇക്വിറ്റി ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റർക്ക് കൊടുക്കുക. ആ ഇക്വിറ്റി നിങ്ങൾ ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡൈല്യൂഷൻ എന്ന് പറയുക, അതായത് നമ്മളുടെ ഷെയർസ് ഡൈല്യൂട്ട് ചെയ്യുക. അടുത്ത 2 വേർഡ്സ് എന്ന് പറയുന്നത് കാക്കും LTV ആണ്. കോമൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വേർഡ്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കാക്ക് അഥവാ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയാം. അതുപോലെ LTV, ലൈഫ് ടൈം വാല്യൂ, ചില സ്ഥലത്ത് അത് CLV, കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്നും പറയാറുണ്ട്. അപ്പോൾ LTV എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന റവന്യൂ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന വാല്യൂവിനെയാണ് നമ്മൾ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയാം. അടുത്തത് MRRും ARRും ആണ്. MRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി റിക്കറിംഗ് റവന്യൂ, ARR എന്ന് പറഞ്ഞാൽ ആനുവൽ റിക്കറിംഗ് റവന്യൂ. അപ്പോൾ ആനുവൽ റിക്കറിംഗ് റവന്യൂ എല്ലാ ബിസിനസ്സിലും, മോസ്റ്റ് ഓഫ് ദി ബിസിനസ്സിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 into MRR ആണ്. മന്ത്ലി റിക്കറിംഗ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എല്ലാ ബിസിനസ്സിനും അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് സത്യം. സബ്സ്ക്രിപ്ഷൻ ബേസിസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാൾ മന്ത്ലി പേ ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി എങ്കിലും പേ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ. അപ്പം മന്ത്ലി റിക്കറിംഗ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും വരാൻ സാധ്യതയുള്ള റവന്യൂ, അതിനെയാണ് നമ്മൾ മന്ത്ലി റിക്കറിംഗ് റവന്യൂ എന്ന് പറയാം. അതിന്റെ 12x ആയിരിക്കും മോസ്റ്റ് പ്രോബബിലി ARR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വേർഡ് എന്ന് പറയുന്നത് ചേൺ റേറ്റ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ, സ്കെയിൽ ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റർ പിച്ച് ചെയ്യുമ്പോഴൊക്കെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് ചേൺ റേറ്റ്. ചേൺ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിയെ വിട്ടു പോകുന്ന റേറ്റ് ആണ് ചേൺ റേറ്റ്. ഇനി കസ്റ്റമേഴ്സിൽ മാത്രമല്ല, ചില കമ്പനീസിൽ, ചില ബിസിനസ് മോഡൽസിൽ എംപ്ലോയീസിന്റെ ചേൺ റേറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് 1000 കസ്റ്റമേഴ്സ് ഉണ്ട് ഈ മാസം. അടുത്ത മാസത്തേക്ക് പോകുമ്പോൾ അത് 990 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 കസ്റ്റമേഴ്സിലെ
10 കസ്റ്റമേഴ്സ് നിങ്ങളുടെ കമ്പനി വിട്ടു പോയി, അതായത് നിങ്ങൾക്ക് 1% മന്ത്ലി ചേർന്നുണ്ട്. ഇനി 1000 കസ്റ്റമേഴ്സിൽ അടുത്ത മാസം നിങ്ങൾക്ക് പോകുമ്പോൾ 900 കസ്റ്റമേഴ്സ് ഉള്ളൂ. 100 കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞാൽ 10% നിങ്ങളുടെ ചേൺ റേറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചേൺ റേറ്റ്, മന്ത്ലി ചേൺ റേറ്റ്, ക്വാർട്ടർലി ചേൺ റേറ്റ്, ഇയർലി ചേൺ റേറ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് പറയുന്നത്. നമ്മൾ ഫണ്ട് റേസിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതിൽ എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടേംസ് മാത്രം ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾക്ക് അറിയുന്ന ടേംസ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഓർത്തെടുക്കുക, നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. അപ്പോൾ അതിലെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ചെക്ക് സൈസ് ഏർലി സ്റ്റേജിൽ, ഒരു സീഡ് സ്റ്റേജിലൊക്കെ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. ചില കേസസിൽ ഈ ഒരുപാട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ഏഞ്ചൽ ഗ്രൂപ്പ്സ് എന്നും വിളിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ അല്ലെങ്കിൽ എക്സിറ്റ് കിട്ടിയ ഒരു ഓൺട്രപ്രണറോ അല്ലെങ്കിൽ ഒരു HNI ഒക്കെ ആയിരിക്കും ഒരു ഏഞ്ചൽ ആയിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി വെഞ്ചർ ക്യാപിറ്റൽ അഥവാ VC എന്ന് പറയുന്നത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ആയിരിക്കും. ഒരു VC എന്ന് പറയുന്നത് ഒരു കമ്പനിയെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ ഇവരെപ്പോഴും ഇവരുടെ പൈസ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെടുത്ത് റേസ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെ ഒരു ഫണ്ടാക്കി മാറ്റിയിട്ട് ആ ഫണ്ടിൽ നിന്നായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുന്ന പോലെ തന്നെ ഇവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഇവർക്ക് ഈ പൈസ കൊടുക്കുന്ന പൂൾ ചെയ്യുന്ന ഈ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ഉണ്ടാവും. ആ കമ്പനി ആയിരിക്കും എന്നിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് സ്റ്റാർട്ടപ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവർക്ക് റിട്ടേൺ കൊടുക്കണം. ആ ഇൻവെസ്റ്റേഴ്സിനോട് ആൻസറബിൾ ആയിട്ടുള്ള ആളുകൾ ഈ VC ഫേം ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ VC ഫേം എന്ന് പറയുക. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഓർഗനൈസേഷനാണ്. കുറച്ചും കൂടെ ബിഗ്ഗർ റൗണ്ട്സിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ ടിക്കറ്റ് സൈസ് ചെയ്യുന്നവരാണ് ആക്ച്വലി VCs. ഇനി ഫണ്ടിങ് റൗണ്ട്സ് ഉണ്ട്. ഫണ്ടിങ് റൗണ്ട്സ് നമ്മൾ ഡിഫറെന്റ് നെയിംസ് പറയാറുണ്ട്. പ്രീ സീഡ് റൗണ്ട്, സീഡ് റൗണ്ട്, അതുപോലെ പ്രീ സീരീസ് A, സീരീസ് B, സീരീസ് C എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബേസിക്കലി മോസ്റ്റ്ലി ഇത് ചെക്ക് സൈസിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഏറ്റവും ഏർലി സ്റ്റേജിൽ നമ്മുടെ ഐഡിയ സ്റ്റേജിൽ നമ്മൾ റേസ് ചെയ്യുന്നതാണ് പ്രീ സീഡ്. എന്നാൽ നമുക്കൊരു MVP ഉണ്ട്, ഇതിന്റെ PMF നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റേസ് ചെയ്യുന്നത് സീഡ് റൗണ്ടും. നമുക്കൊരു PMF ഉണ്ട്, നമുക്ക് ഇനി സ്കെയിൽ ചെയ്യണം തോന്നുന്ന സമയത്ത് നമ്മൾ റേസ് ചെയ്യുന്നതാണ് പ്രീ സീരീസ് A. അങ്ങനെ സ്കെയിലിംഗിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ നമ്മൾ റേസ് ചെയ്യുന്ന എമൗണ്ടുകളാണ്, റേസ് ചെയ്യുന്ന റൗണ്ട്സിനെയാണ് നമ്മൾ സീരീസ് A, സീരീസ് B, സീരീസ് C എന്നൊക്കെ പറയുന്നത്. ഇതിലെ ഓരോ ഫ്രെയിമിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ കൈൻഡ് ഓഫ് ഫണ്ടിങ് റൗണ്ടിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അടുത്ത വേർഡാണ് ടേം ഷീറ്റ്. ടേം ഷീറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ബൈൻഡിങ് ലീഗൽ കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് ബൈൻഡിങ് അല്ല. അത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഈ ഫൗണ്ടറും ആ ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഴുതിക്കൊണ്ടുള്ള ഒരു നോൺ ബൈൻഡിങ് ഡോക്യുമെന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടേം ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം ഷീറ്റിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ നെഗോഷിയേഷൻസ് നടക്കുന്നതും നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനൽ ഔട്ടിലേക്ക് എത്തുന്നതും. ടേം ഷീറ്റ് പല സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇൻവെസ്റ്റർ സൈഡിൽ നിന്ന് എഡിറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്, ഫൗണ്ടർ സൈഡിൽ നിന്നാണ് കൂടുതൽ എഡിറ്റ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ടേം ഷീറ്റിലായിരിക്കും ഇവരുടെ മൊത്തം അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടേം ഷീറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് റൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പിച്ചിങ്ങിൽ പല റൗണ്ടിലായിട്ട് നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റൗണ്ടിൽ നമുക്കൊരു ടേം ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടേം ഷീറ്റ് കിട്ടുന്നത് മുതലാണ് ആക്ച്വലി ഒരു സീരിയസ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതിന്റെ ഫസ്റ്റ് പ്രൂഫ് അതൊരു ടേം ഷീറ്റാണ്. ടേം ഷീറ്റ് കിട്ടുന്നതോട് കൂടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളും ഇൻവെസ്റ്ററും തമ്മിലുള്ള ആ കോൺവെർസേഷൻ സീരിയസ് ആവുന്നത്. അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഡ്യൂ ഡിലിജൻസ് ആണ്. ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ബേസിക്കലി നിങ്ങളെയും നിങ്ങളുടെ കമ്പനിയെയും കുറിച്ച് ഒരു VC അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയാം. അത് ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സാണ്. ഏഞ്ചൽസിനാണെങ്കിൽ കുറച്ചും കൂടി സിംപ്ലർ പ്രോസസ്സാണ്. VC ഫേംസ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇറ്റ് ടേക്സ് 3 to 6 months VCs ആണെങ്കിൽ. അപ്പം ബേസിക്കലി ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഒരു പരിധി വരെ ഫൗണ്ടേഴ്സിന്റെ ഉറക്കം വരെ കളയുന്ന ഒരു ഫേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഡ്യൂ ഡിലിജൻസ് എന്നൊക്കെ. അതിൽ നമ്മൾ എക്സ്ട്രീമായിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്നുള്ളതാണ് സത്യം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കണം. ബേസിക്കലി ഒരു DD എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കുക. ഒരു DD ഒക്കെ കഴിഞ്ഞാൽ ഒരു ഫൗണ്ടർ ഒന്നും കൂടെ ഒന്ന് ഉഷാറാവും, അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ഒരു നെക്സ്റ്റ് ലെവൽ എഡ്യൂക്കേറ്റഡ് ആവും, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ്ഡ് ആവും എന്നൊക്കെയാണ് പറയാറുള്ളത്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ DDയുടെ സമയത്ത് അവർ നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച്, നമ്മുടെ എംപ്ലോയീസിനെ കുറിച്ച്, നമ്മുടെ ഫൗണ്ടേഴ്സിന്റെ കപ്പാസിറ്റിയെ കുറിച്ച്,
അതുപോലെ നമ്മുടെ ബിസിനസ് മോഡൽ, മാർക്കറ്റ്, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ പിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, അതിൻ്റെ ട്രൂത്ത് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് അതിനെ നമ്മൾ പേപ്പേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ക്രോസ് എക്സാമിനേഷൻസും ഇത്തരത്തിലുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഈ ഫേസിനെയാണ്, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ DD അഥവാ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ടേമാണ് കേപ്പ് ടേബിൾ. കേപ്പ് ടേബിൾ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ടേബിളിനെയാണ് കേപ്പ് ടേബിൾ എന്ന് പറയുക. അപ്പോൾ കേപ്പ് ടേബിൾ എപ്പോഴും മിനിമലാക്കി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് കേപ്പ് ടേബിളിനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയുന്ന ഒരു കാര്യം. അത് മിനിമലാക്കുക, അതിൽ ഒരുപാട് പേരെ, ഈ 50 പേരെ 100 പേരെ ഒന്നും ക്യാപ് ടേബിളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. എപ്പോഴും മിനിമൽ ആക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയി മാറുന്നത്. അടുത്തൊരു വേർഡ്, ഇത് ഇപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു വേർഡാണ്. കാരണം ഇന്ന് മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സേഫ് അഥവാ കൺവേർട്ടിബിൾ നോട്ട്സ്. അപ്പൊ കൺവേർട്ടിബിൾ നോട്ട്സ് എന്ന് പറയുന്നത് ഒരു ലോൺ ആണ് ആക്ച്വലി. അത് ഭാവിയിൽ ഇക്വിറ്റി ആയിട്ട് മാറാം. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ കൺവേർട്ടിബിൾ നോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സേഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം എല്ലാ ഇൻവെസ്റ്റേഴ്സും പ്രത്യേകിച്ച് ഏർലി സ്റ്റേജ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ റിസ്ക് കുറക്കാനും വേണ്ടിയിട്ട് അവർ സേഫ് ആയിട്ടാണ് അല്ലെങ്കിൽ കൺവേർട്ടിബിൾ നോട്ട്സ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഷാർക്ക് ടാങ്ക് എടുക്കുമ്പോഴും അതുപോലെ എലിവേറ്റ് എടുക്കുമ്പോഴേക്കും അതിൽ നമ്മൾ ഒരുപാട് പിക്ചേഴ്സിൽ സേഫ് അല്ലെങ്കിൽ കൺവേർട്ടിബിൾ നോട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ലോൺ ആയിരിക്കും. അടുത്ത ഫണ്ടിങ് റൗണ്ട് സംഭവിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അത് ഇക്വിറ്റിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇന്ന് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ്. അടുത്ത 2 വേർഡ്സ്, ഇതെനിക്ക് കൂടുതൽ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ള 2 വേർഡ്സ് ആണ്, വെസ്റ്റിങ്ങും ക്ലിഫും. വെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ 3 കോഫൗണ്ടേഴ്സ് ആണ്. അതിൽ 2 പേര് തുടങ്ങി ഒരാൾ കുറച്ച് കഴിഞ്ഞ് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അയാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് അയാൾ സക്സസ്ഫുൾ ആയിരിക്കുമോ അല്ലെങ്കിൽ അയാൾ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമോ എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം അല്ലെങ്കിൽ നോളജോ ഒന്നും ചില ഒരു പക്ഷേ ഉണ്ടായിരിക്കണം എന്നില്ല. ഒരു മിയർ തീസിസിന്റെ പുറത്തൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഇക്വിറ്റി കൊടുത്തിട്ട് നാളെ അയാൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള മൊമെന്റ്സിൽ, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെസ്റ്റിംഗ്. വെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഇപ്പോൾ ലെറ്റ്സ് 20% ആണ് നമ്മൾ 3ാമത് വരുന്ന കോഫൗണ്ടർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ആദ്യം തന്നെ കൊടുക്കുന്നതിന് പകരം ആദ്യത്തെ വർഷം 5, 2ാമത്തെ വർഷം 5, 3ാമത്തെ വർഷം 5, 4ാമത്തെ വർഷം 5, അങ്ങനെ നമ്മൾ പീരീഡായിട്ട് പാർട്ടായിട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെസ്റ്റിംഗ് എന്ന് പറയുക. എന്നാൽ ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ്. ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊഴുത്തൊരു സാധനം തിരിച്ചു മേടിക്കുന്നതിനെയാണ് നമ്മൾ ക്ലിഫ് എന്ന് പറയുക. അപ്പോൾ ഈ വെസ്റ്റിംഗ് ക്ലിഫൊക്കെ നമ്മൾ കോഫൗണ്ടർ എഗ്രിമെന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോഫൗണ്ടേഴ്സ് എഗ്രിമെന്റിൽ കൊണ്ടുവരുന്ന കുറച്ച് ടേംസ് ആണ്. വെസ്റ്റിങ്ങിനെ കുറിച്ചും ക്ലിഫിനെ കുറിച്ചും ഇത് എന്താണെന്നുള്ള നോളജ് നിങ്ങൾക്ക് വേണം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോഫൗണ്ടേഴ്സ് ഡിസഗ്രിമെന്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്ന വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വേർഡ് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്, അതാണ് ട്രാക്ഷൻ. ഈ ട്രാക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആളുകൾ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റവന്യൂ ആണ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതായത് ട്രാക്ഷൻ ഈസ് ആക്ച്വലി ദി എവിഡൻസ് ഓഫ് യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ഗ്രോത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ എവിഡൻസ് ആണ് ആക്ച്വലി ട്രാക്ഷൻ. അത് എന്തും ആവാം. അത് ഈതർ റവന്യൂ ആവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂസേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെട്രിക്സ് ആവാം. അപ്പം ബേസിക്കലി നിങ്ങളുടെ ഗ്രോത്തിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ആ എവിഡൻസിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ഫൗണ്ടേഴ്സ് ഒക്കെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്ന കാര്യം ട്രാക്ഷനാണ്. അതായത് ഒരു എവിഡൻസ് വേണമല്ലോ. അവരൊരു ഹൈപ്പോത്തീസിസ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു, അവർക്ക് ഇത് അടിപൊളിയാണെന്ന് തോന്നി, ഇത് സ്കെയിലബിൾ ആണെന്ന് തോന്നി, ഇത് വിൻ ചെയ്യുമെന്ന് തോന്നി, ഇത് സക്സസ് ആവുമെന്ന് തോന്നി, ഇത് നാളെ $1 ബില്യൺ ഐഡിയ ആവുമെന്ന് തോന്നി, തോന്നലുകളെല്ലാം ഓക്കെയാണ്. പക്ഷെ ആ തോന്നലിന്റെ പ്രൂഫ് എവിടെ, എവിഡൻസ് എവിടെ? ആ എവിഡൻസിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് യൂസേഴ്സ് ആയാലും മതി, നമ്പർ ഓഫ് ആപ്പ് ഡൗൺലോഡ്സ് ആവാം, ആൻഡ് ഈവൻ റവന്യൂ ആവാം. റവന്യൂ ആണ് എപ്പോഴും മോസ്റ്റ് ക്രെഡിബിൾ ട്രാക്ഷൻ. അപ്പോൾ ആ ട്രാക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രാക്ഷൻ എന്നുള്ള വേർഡ് എന്താണ്, നിങ്ങളുടെ ട്രാക്ഷൻ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പം ട്രാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വേർഡ് GTM ആണ്, ഗോ ടു മാർക്കറ്റ്. ഈ ഗോ ടു മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക, ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക, ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ഫേസ് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ ഇൻവെസ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഗ്രോത്ത് ആണല്ലോ. അപ്പൊ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഇത് എങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് ഫണ്ണലിലാണ് നിങ്ങൾ ഗ്രോ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്, ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങൾ ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴിയാണോ, മെറ്റാ മാർക്കറ്റിംഗ് വഴിയാണോ, റഫറൽ മാർക്കറ്റിംഗ് വഴിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ഈ ഗ്രോത്ത് സ്ട്രാറ്റജീസ് ആണ് ആക്ച്വലി നിങ്ങളുടെ ഗ്രോത്ത് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. ഈ ഗ്രോത്ത് റേറ്റ് ആണ് ആക്ച്വലി നിങ്ങളുടെ ഇൻവെസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഫണ്ടബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. അപ്പോൾ ആ ഗ്രോത്ത് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എൻജിൻസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള നോളജ് വേണം. ആ ഗ്രോത്ത് എൻജിൻസിനെ കുറിച്ചുള്ള സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ
കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്? ആ സ്ട്രാറ്റജിയാണ് നമ്മുടെ GTM. സോ ബേസിക്കലി നിങ്ങളുടെ GTM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിൽ ഹു ആർ യുവർ കസ്റ്റമേഴ്സ്, ഹൗ ആർ യു ഗോയിങ് ടു റീച്ച് ദാറ്റ് കസ്റ്റമേഴ്സ്, ഹൗ ആർ ദേ ഗോയിങ് ടു പേ യു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് കവർ ആവും എന്നുള്ളതാണ് സത്യം. അടുത്ത വേർഡാണ് മോട്ട്. Moat is actually your differentiation, or that is the one factor which differentiate you from your competitors. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ യുണീക്നെസ് ആണ്. ഇതേ യുണീക്നെസ് ആണ് നിങ്ങളുടെ ബിസിനസ്സിനെ കോപ്പി ചെയ്യാൻ ഹാർഡാക്കുന്നത്. അതായത് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഉണ്ടല്ലോ. അതാണ് നിങ്ങളുടെ മോട്ട്, നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഏതെങ്കിലും ഒരു ബിഗ് ടെക് കമ്പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി വിത്ത് വെഞ്ചർ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ തകർക്കില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറും ഈ സെയിം മോട്ട് തന്നെയാണ്. അപ്പം നിങ്ങളുടെ കമ്പനിയുടെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മോട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തൊരു വേർഡ് യൂണിറ്റ് എക്കണോമിക്സ് ആണ്. യൂണിറ്റ് എക്കണോമിക്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കമ്പനിയിലെ 99% സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതിൽ യൂണിറ്റ് എക്കണോമിക്സിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യൂണിറ്റ് എക്കണോമിക്സിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഷവർമ ബിൽഡ് ചെയ്യുന്നത് എക്സാമ്പിളൊക്കെ ആക്കിക്കൊണ്ട് ഒരു ഷവർമയുടെ യൂണിറ്റ് എക്കണോമിക്സ് ഒക്കെ ഡീറ്റെയിൽ ആക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ബേസിക്കലി യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റിന്റെ എക്കണോമിക്സ് ആണ്. അതിന്റെ ഇൻകം വേഴ്സസ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ യൂണിറ്റ് ലെവലിൽ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് യൂണിക്കോൺ ആണ്. ഞാൻ ആക്ച്വലി ആദ്യം ഈ വേർഡ് പറയണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞാൻ ഇപ്പം പല വേദികളിലും അല്ലെങ്കിൽ പല കോൺവേഴ്സേഷൻസിലും ഒഴിവാക്കുന്ന ഒരു വേർഡാണ് യൂണിക്കോൺ, പല റീസൺസിനെ കൊണ്ട്. പക്ഷേ യൂണിക്കോൺ എന്ന് പറയുന്ന വേർഡിനെ പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ബേസിക്കലി യൂണിക്കോൺ എന്ന് പറയുന്നത് വാല്യുവേഷനെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ്. അതായത് $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള കമ്പനികളെയാണ് നമ്മൾ യൂണിക്കോൺ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ കൺവേർഷൻ റേറ്റ് പ്രകാരം 9,400 കോടി ഇന്ത്യൻ റുപ്പീസ് വാല്യുവേഷൻ വരുന്ന കമ്പനികളെയാണ് നമ്മൾ യൂണിക്കോൺസ് എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന അവസാനത്തെ വേർഡ് എന്ന് പറയുന്നത് എക്സിറ്റ് എന്നുള്ളതാണ്. ഈ വേർഡ് എന്തുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എക്സിറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് പേര് സംസാരിക്കുന്ന, എന്നാൽ ഞാനും സംസാരിക്കേണ്ട ഒരു വേർഡാണ്. എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടർ ഒരു കമ്പനിയിൽ നിന്നും പുറത്തു പോകുന്ന പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്നത്. ലിറ്ററലി അത് അങ്ങനെ തന്നെയാണ്. ബട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലെ എക്സിറ്റ് എന്ന് പറയുന്നത് 2 രീതിയിലുള്ള പുറത്തുപോക്കലുകളെയാണ്. അത് ഈതർ അക്വിസിഷൻ ആവാം, അല്ലെങ്കിൽ അത് IPOക്ക് ശേഷമുള്ളൊരു മൂവ് ആവാം. IPOക്ക് ശേഷം ഫൗണ്ടേഴ്സ് കമ്പനിയിൽ നിന്നും പുറത്തു പോകുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മൾ ഈവൻ കേരളത്തിൽ നിന്ന് IPO പോയിട്ടുള്ള കമ്പനികളിൽ പോലും ഫൗണ്ടേഴ്സ് ഒരു സമയം കഴിഞ്ഞാൽ മറ്റൊരു ചെയർമാനെ പ്ലേസ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാറുണ്ട്. അത് അവർ ഇത്രയും വലിയൊരു ലെഗസി ബ്രാൻഡ് ബിൽഡ് ചെയ്തു, അവർ ഇത്രയും വലിയൊരു കമ്പനി ബിൽഡ് ചെയ്തു, അവർക്ക് അത്യാവശ്യം ജനറേഷനുകൾക്ക് കഴിഞ്ഞു പോകാനുള്ള കാശൊക്കെ ആയി കഴിഞ്ഞാൽ ചിലർക്കൊന്ന് മാറി നിൽക്കാൻ തോന്നും. അങ്ങനെ മാറി നിൽക്കുന്നതിനാണ് IPOക്ക് ശേഷമുള്ള മാറി നിൽക്കലുകൾ. ഇനി അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു കമ്പനിയെ അക്വയർ ചെയ്യുന്നു. അങ്ങനെ അക്വയർ ചെയ്യുമ്പോൾ ഫൗണ്ടേഴ്സ് ഒരു സമയം കഴിഞ്ഞാൽ പിന്നീട് പുറത്തു പോകാറുണ്ട്. ഇപ്പോൾ പല കമ്പനികളിലും ഒരു 2 to 3 years ഒക്കെയാണ് അവർക്ക് റിട്ടൻഷൻ ഉണ്ടാവാറ്. അതായത് ഒരു കമ്പനി A എന്ന് പറയുന്ന കമ്പനി B എന്ന് പറയുന്ന കമ്പനിയെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ B എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ 2-3 വർഷം A എന്ന് പറഞ്ഞ കമ്പനിക്കും വേണ്ടിയിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു വേർട്ടിക്കലിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഫൗണ്ടർക്ക് പുറത്തു പോവാം. അങ്ങനെ റിട്ടൻഷൻ ക്ലോസുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ പല കേസുകളിലും റിട്ടൻഷൻ ക്ലോസുകൾ റിജക്ട് ചെയ്തിട്ടും അക്വിസിഷൻ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്, വാല്യൂഷൻ കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പം ബേസിക്കലി എക്സിറ്റ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടർ ഒരു കമ്പനിയിൽ നിന്നും പുറത്ത് പോകുന്നതാണ്. അത് ഷെയർസ് ഡൈല്യൂട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരു മിനിമം നമ്പർ ഓഫ് ഷെയർസ് കീപ്പ് ചെയ്തിട്ടും ഫൗണ്ടേഴ്സ് പുറത്തു പോകാറുണ്ട്. പുറത്തു പോകുന്നത് മോസ്റ്റ്ലി 2 വഴികളിലൂടെയാണ്. ഒന്ന് ഈതർ അക്വിസിഷൻ ആവാം അല്ലെങ്കിൽ IPO ആവാം. സോ ഇതിനെയാണ് നമ്മൾ എക്സിറ്റ് എന്ന് പറയാം. സോ ഇത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ പലരും അറിയാതെ ചില മൊമെന്റ്സിലൊക്കെ അവർ സ്റ്റക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ ചില കോൺവെർസേഷൻസിൽ അവർ പാർട്ടല്ലാത്തത് പോലെ അവർക്ക് തോന്നാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഡൗട്ട്സ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള പല വേർഡ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.